മുത്തു ആവണിക്ക് സമീപമെത്തിയതും മാരിവേലിനെ അവൾ അരികിലേക്ക് വിളിച്ചു. ആവണി, അമ്മ മരിച്ചിട്ട് 4 ദിനമായില്ലേ? തനിക്ക് എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? മാരിവേലിന് ക്ലാസ്സിൽ പോകണ്ടേ? തയ്യൽക്കടയിലെ ജോലിക്കാരെല്ലാം ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയല്ലേ? തുണികൾ അടിച്ചു കൊടുക്കണ്ടേ? മുത്തു ആകാംക്ഷയോടെ അവളുടെ ഉത്തരത്തിനായി കാതോർത്തു. അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. എന്തു പറയണം? താൻ സംസാരിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു എന്നവൾക്ക് തോന്നി. ഭാഷയെ താൻ മറന്നുപോയിരിക്കുന്നു. മുത്തു ഉറ്റുനോക്കുകയാണ്. മുടിമേൽ ഒന്ന് തഴുകി തലോടാൻ കൊതിയുണ്ട്. പക്ഷേ തനിക്കതിന് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അത്രയ്ക്കുള്ള അടുപ്പം തനിക്ക് ഇവളുടെ അടുത്തില്ല. മുത്തുവിന് നിരാശയായി. പക്ഷേ ആവണി ഒന്നു ചെയ്തു. ആ മുഖം വാടുന്നത് കണ്ടപ്പോൾ അവൾ ഒന്ന് പതിയെ തലയാട്ടി. പാറിക്കിടന്ന മുടിയിഴകൾ ഒന്നു കെട്ടിവെക്കാൻ, കോതി വയ്ക്കാൻ മറന്നുപോയതുപോലെ. അതിനൊന്നും അവൾക്ക് കഴിയുന്നതേയില്ല. ആരൊക്കെയോ തരുന്ന ഭക്ഷണം കൈയറിയാതെ വായിലേക്ക് പോകുന്നു. കാരണം അവരെ ആരെയും തനിക്ക് നിരാശപ്പെടുത്താൻ കഴിയില്ല. എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. മുത്തു പറയുകയാണ്. ആവണി അയാളുടെ മുഖത്തേക്ക് നിർവികാരതയോടെ നോക്കിയിരുന്നു. അയാൾ പോകുന്നതും നോക്കി ഇനി എന്തു ചെയ്യണം എന്നും മുത്തു പറഞ്ഞ വാക്കുകൾ പല ആവർത്തി മനസ്സിലിട്ട് കൂട്ടിക്കിഴിച്ചു. തൻ്റെ തയ്യൽക്കട, ജോലിക്കാർ, എല്ലാവരുടെ കൈകളിൽ നിന്നും വാങ്ങിയ തുണിത്തരങ്ങൾ, അവർക്കൊക്കെ തിരിച്ചു കൊടുക്കേണ്ടുന്ന തീയതികൾ അവൾ ഓർമ്മകളിൽ ഊളിയിട്ടു. ആ ഇരുപ്പിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്നു. മകളെ ആവണി, എഴുന്നേരമ്മാ. ആവണിയെ ആരോ തൊട്ട് വിളിച്ചപ്പോൾ അവൾ പതിയെ മിഴികൾ തുറന്നു. ഇളയമയാണെന്ന് അവൾക്ക് മനസ്സിലായി. മാരിവേൽ എവിടെയെന്ന് അവൾ 4 പാടും മിഴികൾ തിരുമ്മി നോക്കി. അവൻ്റെ കൂട്ടുകാരുമായി എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. അവൻ്റെ കുഞ്ഞു മനസ്സ് യാഥാർത്ഥ്യവുമായി വളരെ വേഗത്തിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. തനിക്കു മാത്രം എന്തുകൊണ്ട് കൂട്ടുകാരില്ല? തന്നോട് ആരും എന്തുകൊണ്ട് കൂട്ടുകൂടിയില്ല? അറിയില്ല എന്നവൾ തന്നെ അതിനുത്തരവും കണ്ടെത്തി. അപ്പ മുറ്റത്ത് ഒരു കല്ലിന്മേൽ ഇരിക്കുന്നതും ഇളയമ്മ തൊട്ടടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നതും അവൾ കണ്ടു. അവരെന്തായിരിക്കാം സംസാരിക്കുന്നത്? ഇവർ രണ്ടുപേരും ഇത്ര കാലം എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ആരായിരിക്കാം അമ്മ മരിച്ചത് അറിയിച്ചിട്ടുണ്ടാവുക?